ഹായ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്നത്തെ ഡേ തന്നെ ഞാൻ രാവിലെ തന്നെ എൻ്റെ എയർപോഡ്സ് ചാർജ് ചെയ്യാൻ പോയി. കാരണം എനിക്ക് കുറച്ച് നേരം ബസ്സിലിരിക്കണം, എനിക്ക് കുറച്ച് ക്ലാസ് എടുത്തു കൊടുക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എയർപോഡ്സ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാ വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ഇന്നലെ നൈറ്റ് ക്രേവിങ്സ് വന്ന് കഴിച്ച ലേസിൻ്റെ ഒക്കെ പാക്കറ്റ്സ് ആട്ടോ. ലേസ് അല്ല, പിങ്കോ. എൻ്റെ ഫേവറേറ്റ് വൺ ആട്ടോ പിങ്കോൻ്റെ റെഡ് കളറ്. അങ്ങനെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നിടുന്ന ഡ്രസ്സ് എടുത്തു. ഇതാണ് ഞാൻ ഇന്നിടാമെന്ന് വിചാരിച്ച ഡ്രസ്സ്. അതിന് ശേഷം ഞാൻ അടിച്ചു വാരി. കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മമ്മേനെ ഹെൽപ്പാക്കിയിട്ട് പോകാമെന്ന് കരുതി രാവിലെ തന്നെ അവിടെയുള്ള പൊടികളും പിന്നെ നല്ല ഹെയർ ഫാളുണ്ട്. അപ്പം ആ മുടികളൊക്കെ നിലത്ത് ഇങ്ങനെ തുഴിഞ്ഞെടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് അടിച്ചു വാരാണ്. ഇവിടെ അടിച്ചു വാരാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എത്ര അടിച്ചു വാരിയാലും പൊടി കംപ്ലീറ്റ് പോകില്ല. അങ്ങനെ 2-3 വട്ടം അടിച്ചു വാരിയാൽ വൃത്തിയാവുള്ളൂ. അപ്പോൾ കുറേ സ്ഥലം ഇങ്ങനെ അടിച്ചു വാരാണ്. കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ കുറേ പൊടികളുണ്ട്. പക്ഷേ ക്യാമറയിൽ അധികം കാണുന്നില്ല. അതിന് ശേഷം ഞാൻ കുറച്ച് നേരത്തെ ടി വി കണ്ടു. ജസ്റ്റ് വെറുതെ ടി വി കണ്ടു. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിൽ ടി വി കണ്ടു. എന്നിട്ട് ഞാൻ മാറ്റാൻ പോയി. അപ്പം ഞാൻ ആ ഔട്ട്ഫിറ്റ് ഒന്ന് അയൺ ചെയ്തിട്ടിട്ടു. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇവൻ മമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ബാഗ് അവിടെ ശ്രദ്ധിച്ച്. അപ്പം ഞാൻ ആ ബാഗ് അവിടെ നിന്ന് മാറ്റി വെച്ചു. ഈ ഒരു സൺസ്ക്രീനാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യൽ. അതുപോലെ തന്നെ ഈ ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ. എനിക്ക് മോയ്സ്ചറൈസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചു, ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് കറക്റ്റ് ടൈം കിട്ടിയാലാണ് എനിക്കവിടെ കറക്റ്റ് ടൈം സ്റ്റുഡൻസ് എത്തുന്ന മുന്നേ എത്താൻ പറ്റും. എന്നും ഞാൻ ലേറ്റായിട്ടാണ് എത്താറ്. അപ്പം ഓട്ടോയിൽ പോകുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ മെഹന്തി നല്ല രസമുണ്ടായിരുന്നു സൺലൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ സ്റ്റാൻഡിൽ പോയ കറക്റ്റ് ടൈം തന്നെ ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ ഞാനിങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോയി. കുറച്ച് ലേറ്റായാലും ഞാൻ ക്ലാസ്സിലെത്തി. ക്ലാസ് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞു. ഒരു 2 മണിയാകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ എയർപോഡ്സ് എടുത്തു പാട്ട് കേൾക്കാൻ. അപ്പോൾ ആ ബേക്കിൽ ചെയ്ത ക്രോഷ്യ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിങ്ങനെ സൺലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ചിരുന്നു, അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോയി. വീട്ടിലെത്തിയ പാടെ വേഗം ഒരു കടിയെടുത്തിരുന്നു. ഈവനിങ് ആണ്. അങ്ങനെ കുറച്ച് കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ കുറച്ചിരം കഴിഞ്ഞ് എണീറ്റപ്പോൾ എൻ്റെ ഒരു ഹൈഡ്രാഞ്ചിയൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു. അതപ്പം ചട്ടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഉഷാറാവുന്നില്ല. അപ്പം ഞാൻ കരുതി അത് മുറ്റത്ത് തന്നെ പ്ലാന്റ് ചെയ്താൽ ചിലപ്പം അടിപൊളിയായുള്ളൂ വിചാരിച്ചിട്ട് അത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് അതിൽ എക്സ്ട്രാ ഇങ്ങനെ കുറേ നിൽക്കുന്ന മണ്ണും അതൊക്കെ ആ ഒരു ടൂള് കൊണ്ടിങ്ങനെ പൊക്കി കൊടുത്തു. ഇനി ഇത് ഉഷാറാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ വേരിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ. അങ്ങനെ ഞാൻ ആ ചട്ടിയും അതിലുള്ള ഹൈഡ്രാഞ്ചിയും പിന്നെ ആ ടൂളും എടുത്ത് ആ മുറ്റത്തിൻ്റെ കോണിൽ പോയി. അവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു. ഇതുപോലെ ഉഷാറാവട്ടെ വിചാരിച്ച് നട്ട കുറച്ച് ചെടികൾ. അപ്പം അതിൻ്റെ അവിടെ തന്നെ ഹൈഡ്രാഞ്ചിയും വെച്ചു. ഇനി ഇതെന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇത് വാടിപ്പോവാനാണ് ചാൻസ്. എന്നാലും ഒരു ഹോപ്പ്, അഥവാ റെഡി ആയാലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നു. ഒരു കാർട്ടൂണും കണ്ട്. ഇതൊരു ഷോർട്ട് മൂവി പോലെ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അതും കണ്ട് പാസ്ത കഴിഞ്ഞു. അപ്പോൾ ബൈ.